ഞങ്ങളുടെ പെണ്ണേ അവളെ കിടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഈ സ്വിങ്. കണ്ടോ, 4 മോംസിൻ്റെ. പക്ഷെ ഇവള് ഈ സോഫയുടെ ഈ മൂലയ്ക്ക് കിടന്നേ ഉറങ്ങുള്ളൂ. കിടപ്പുണ്ടോ? അതങ്ങനെ അതേ കിടന്നേ അവൾ കിടക്കൂല. ആ സോഫയുടെ മൂലയ്ക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണം, അതാ ഇഷ്ടം. അപ്പോൾ എന്തായാലും ആശാത്തി ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. കോഴിക്കോട് വരെ ഒന്ന് പോയി നോക്കുവാണേ, കുറേ ദിവസമായി ഇറങ്ങിയിട്ട്. എന്നാ പരിപാടി? ആ, എല്ലാവരും വാ. ഞാൻ എന്നും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കൊണ്ട് കൊടുക്കുവേ. അതുകൊണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും നിരയായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. ഇത് കണ്ടോ, വരാട്ടാ. ഇനി കുറച്ച് തക്കാളി പറിച്ചു കൊടുക്കാം. കുറേ തക്കാളി കിട്ടിയേ. ഇവിടെ ഞങ്ങൾ അങ്ങനെ ഒരു തക്കാളി പ്രിയരല്ല. ഇവിടെ അത്ര വലിയ തക്കാളിയുടെ ഫാൻസ് അല്ല ഇവിടെ. ആരും അങ്ങനെ വലിയ കഴിക്കല്ല. പക്ഷെ ഇതൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ നട്ട് വളർത്തുക. കുറേ കിട്ടി കേട്ടോ. എന്നാ തുറന്നു തരാവേ. കുറേ തക്കാളി കിട്ടി. എന്നാ കഴിച്ചോ. നടി നീ എന്നെ മാറി നിൽക്കുന്നേ. രസമാണേ. രണ്ടെണ്ണം കൂടെ നിപ്പുണ്ട് അതിൻ്റെ മൂലയ്ക്ക് ഒളിച്ച്. അത് നാളെ പറിച്ചു തരാം കേട്ടോ. തിന്നോ. എന്തും ആലോചിച്ച് നിൽക്കുന്നേ. നല്ല സാധനമാ, കഴിച്ചോ. ആ, എന്താ ആലോചിച്ച് നിൽക്കുന്നത്? ഒരാൾ കൊത്തിയതിൻ്റെ പുറകെ പോവാണോ? ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ കാന്താരിയുടെ അരിയാണേ. ഞങ്ങളങ്ങനെ എരിവ് കഴിക്കുന്നവരൊന്നുമല്ല, പക്ഷേ ഒരു രസത്തിനങ്ങ് നട്ടു. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുമാവും. ഞാനൊരു കൂട്ടം കാണിച്ചു തരാവേ. നിങ്ങളിത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഇത് പൊങ്ങച്ചത്തിന് വേണ്ടി കാണിക്കുന്ന ആ ഷോ ഓഫാ എന്നൊന്നും പറയരുതേ. ഇത് കണ്ടോ മക്കളെ, മുട്ട കിടക്കുന്നതുണ്ടോ? ഇവളുമാർ 4 പേരും കൂടെ നമുക്ക് തരുന്നതാണേ. ഞാൻ എന്തിനാണെന്നറിയാമോ ഇത് കാണിച്ചേ? നേരത്തെ പറഞ്ഞ പോലെ ഷോ ഓഫ് അല്ല, ഇതേ കണ്ടിട്ട് ഒരു പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി തന്നതാണ്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ചെറിയ കൂട് വെക്കാനുള്ളൊരു സ്ഥലം ഉണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മുട്ട ഉപയോഗിക്കുന്നവരല്ലേ. വലിയ വിലയൊന്നുമില്ല മുട്ടയ്ക്ക്. പക്ഷെ നമ്മുടെ കോഴിക്കുട്ടിയിൽ നിന്ന് നമ്മുടെ സ്വന്തം കോഴിയുടെ മുട്ട എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇട്ട മുട്ടയല്ല, ഒബ്വിയസ്ലി. അത് 3-4-5 ദിവസമായി. ഞാൻ എല്ലാ ദിവസവും പോയി പിറക്കാറില്ല. ആ ഫീൽഡിൽ ആ റണ്ണറിനകത്ത് അവളുമാർ മുട്ടയിട്ട് വെക്കും. അത് പിറക്കി ഞാൻ ഇതിനകത്തോട്ട് വെക്കും. അപ്പോൾ ഒരു 3-4-5 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ മുട്ട പിറക്കിയെടുക്കും. അങ്ങനെയാണേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്നത് വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിന് ഒരു പണിയില്ലാത്ത പരിപാടിയായത്. ഈ കോഴിനെ വളർത്തുക എന്നല്ല, കൂടൊന്നും ഉണ്ടാക്കുക ഒരു ദിവസത്തെ കാര്യമുള്ളൂ. അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടംപോലെ ഫാമുണ്ട്. 2 കോഴിനെ മേടിച്ച് വിട്ടാൽ മതി, നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടും. ഇപ്പം എന്താ പറയുക, നമ്മളിപ്പോൾ ഒരുപാട് മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് തികയല്ല. പക്ഷേ ഇതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ശക്കലെങ്കിലും സ്ഥലം നമ്മുടെ വീടിൻ്റെ പുറകിലുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കാതെ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. ഒരു പണിയില്ല, കൂടുണ്ടാക്കി വെക്കുക. പിന്നെ ഈ കോഴിയുടെ തീറ്റ എന്ന് പറഞ്ഞാൽ എല്ലാം റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അത് മേടിച്ച് വെച്ചിരുന്ന 2 ആഴ്ചത്തേന് അത് ഓടും. പിന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം എല്ലാവരും ചെയ്യണം കേട്ടോ. ഇപ്പം ഞാൻ ആ മുട്ട അത് കാണുമ്പോൾ, തിന്നുമ്പോൾ ഉള്ള സന്തോഷമല്ല, അത് കാണുമ്പോൾ ഉള്ള മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്.